ആരവേ ഡാ, എന്താ നിന്റെ പ്രശ്നം? ഇന്നലെ അപ്പൂസിനെയും കൊണ്ട് പാർക്കിൽ പോകുന്നവരെ ഭയങ്കര സന്തോഷമായിരുന്നല്ലോ. എത്രയും പെട്ടെന്ന് ജാൻവിയും കൂടി കണ്ടുപിടിച്ച് ഒന്നിച്ചുള്ള സ്വർഗമാക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ നീ ഇവിടുന്ന് പോയത്? സ്വർഗം എല്ലാം തകർന്നടാ. എല്ലാം ഇന്നലെ ഞാൻ കണ്ടു. എന്ത് കണ്ടെന്നടാ നീ പറയുന്നത്? ഒന്ന് തെളിച്ചു പറ. എടാ സിദ്ധു, എൻ്റെ ജാൻവി, അവളെ ഞാൻ ഇന്നലെ കണ്ടടാ. പക്ഷേ അവളിനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വരില്ലടാ. നീ ഇത് എന്തൊക്കെയാടാ ഈ പറയുന്നത്? വല്ല ബോധമുണ്ടോ നിനക്ക്? അവളെ നേരിട്ട് കണ്ടപ്പോൾ നിന്റെ പഴയാകി ഈഗോ പൊട്ടിമുളച്ചോടാ? സിദ്ധാർത്ഥ് അല്പം ദേഷ്യത്തോടെ ആരവനോട് ചോദിച്ചു. സിധു, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇനി അവളെ എൻ്റെ ഈഗോയുടെ പേരിൽ തള്ളിക്കളയുമെന്ന്? എങ്കിൽ പിന്നെ എന്താ അവളെ നിനക്ക് കിട്ടില്ല എന്ന് പറയുന്നത്? ഒരിടർച്ചയോടെ കണ്ണും നിറച്ച് ആരവ് സിദ്ധുവിനോട് പറഞ്ഞു. എടാ, അവൾക്കിപ്പോൾ വേറെ അവകാശികളുണ്ട്. അവൾക്കിപ്പോൾ ഭർത്താവും 3 വയസ്സുള്ളൊരു കുഞ്ഞുമുണ്ട്. അത് കേട്ടതും വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ സിദ്ധു ആരവിനെ നോക്കി. എന്താടാ നീ പറഞ്ഞത്? നിനക്ക് എന്താടാ? അവൾ വേറെ കെട്ടിയെന്നോ? അതേടാ, ഞാൻ പാർക്കിൽ വെച്ച് കണ്ടതാ എന്നും പറഞ്ഞ് ആരവ് നടന്ന കാര്യങ്ങളെല്ലാം സിദ്ധുവിനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ് സിദ്ധു ആരവിനോട് പറഞ്ഞു. നീ കണ്ടതെല്ലാം സത്യമാകണമെന്നുണ്ടോ? നീ പറഞ്ഞ് ഞാൻ അറിഞ്ഞ ജാൻവിക്ക് നീ ഇല്ലാതെ ഒരു ജീവിതമില്ല. അതുകൊണ്ടല്ലേ അവൾ നിന്നെ വേദനിപ്പിക്കാതിരിക്കാനായി സ്വന്തം ഭാവി പോലും നോക്കാതെ നിന്റെ എഗ്രിമെന്റ് പ്രകാരം നിന്റെ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിച്ച് ഒരു നോക്ക് നിന്നെ കാണാൻ പോലും നിൽക്കാതെ പോയത്? അങ്ങനെയുള്ള ഒരുവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലടാ. അതുമാത്രമല്ല, നിനക്കെന്താ ബോധമില്ലേ? അവൾ 3 വർഷം മുൻപ് നിന്റെ കൂടെ അല്ലായിരുന്നോ? അവളിൽ നിനക്കൊരു 3 വയസ്സുള്ള കുഞ്ഞുമില്ലേ? പിന്നെ എങ്ങനെയാടാ അവൾക്ക് 3 വയസ്സുള്ളൊരു ആൺകുഞ്ഞുണ്ടാകുന്നത്? നീ ഡോക്ടറല്ലേ? നീ എന്താ ഇങ്ങനെ പൊട്ടത്തിനും ചിന്തിച്ചു കൂട്ടുന്നത്? നീ കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. പിന്നെ നീ തന്നെയാണോടാ പുല്ലേ പറഞ്ഞത് അവൾ നിന്നെയും കുഞ്ഞിനെയും വിട്ടുപോകുന്നതിന് മുമ്പ് ഒരു എഴുത്തും കുഞ്ഞിൻ്റെ ടർക്കിക്കുള്ളിൽ വെച്ചിട്ടാ പോയെന്ന്? അതിലെ വരികൾ നീ മറന്നുപോയോടാ? ആരവ് ആ വരികൾ ഒന്നുകൂടി തൻ്റെ കണ്ണുകളടച്ച് ഓർത്തു. പ്രിയപ്പെട്ട ആരവേട്ടന്, എഗ്രിമെൻ്റ് പ്രകാരം ആരവേട്ടനെ ഒരു കുഞ്ഞിനെ തന്നിട്ട് ഞാൻ പോകുകയാണ്. എനിക്കിനി ജീവിക്കാൻ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് 2 സമ്മാനങ്ങൾ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഈ താലി കൊണ്ടുപോവുകയാണ് ഞാൻ. ഇനി ഒരിക്കലും ഏട്ടൻ്റെ മുൻപിൽ വരാതിരിക്കാൻ ഞാൻ ശ്രമിച്ചോളാം. ഒത്തിരി സ്നേഹത്തോടെ, ജാൻവി. ആരവേ, അങ്ങനെയുള്ള ഒരാൾ ആകെ നിന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയത് 2 സമ്മാനങ്ങളാണ്. ഒന്ന് നിന്റെ താലിയും മറ്റൊന്ന് നിന്റെ പേരിൽ അവൾ ചാർത്തുന്ന സിന്ദൂരവും. ആ അവൾ മറ്റൊരു വിവാഹം കഴിക്കുമെന്നും മറ്റൊരു കുഞ്ഞുണ്ടെന്നും നീ പറഞ്ഞത് എന്തർത്ഥത്തിലാടാ? സിദ്ധു പറഞ്ഞു. എന്തൊക്കെയോ മറിഞ്ഞു കൊടുപ്പുണ്ട്. എല്ലാം കണ്ടുപിടിക്കണം. അതിന് ആദ്യം ഇവൻ പറഞ്ഞ ആ അജീഷിനെ കാണണം എന്ന് സിദ്ധാർത്ഥ് ഉള്ളിൽ തീരുമാനമെടുത്തു. ഈ സമയം എന്താണ് തള്ളേണ്ടത് എന്താണ് കൊള്ളേണ്ടതെന്ന അവസ്ഥയിലായിരുന്നു ആരവ്. എല്ലാം കണ്ടുപിടിക്കണം. അതിനാദ്യം തന്നെ അപ്പൂസിൻ്റെ ടീച്ചറെ കാണണം. അവരല്ലേ അജീഷിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആ കുഞ്ഞിൻ്റെ അമ്മ. അവരെ കണ്ടാൽ ഒരുപക്ഷെ തനിക്കെല്ലാം മനസ്സിലാകും. അങ്ങനെ ചിന്തകളിൽപ്പെട്ട് ഉഴലുകയാണ് ആരവ്. എന്താകും ഇനി ഇത്രയും നേരമായിട്ടും കുഞ്ഞിനെ കാണാത്തത്? അവൾക്കിനി എന്തെങ്കിലും വയ്യാഴിക്കാൻ മറ്റോ കാണുമോ? എങ്ങനെ അറിയാൻ അവളുടെ കാര്യങ്ങൾ? ആരോട് ചോദിക്കും? സ്കൂളിലെത്തി ക്ലാസ് തുടങ്ങി ഉച്ചയാകാറായിട്ടും അപ്പൂസിനെ കാണാതെ ആകെ വെപ്രാളമായി വെരുകുപോലെ നടക്കുകയാണ് ജാൻവി. തൻ്റെ മകളാണെന്ന് അറിഞ്ഞതിൽ പിന്നെ അപ്പൂസിനെ കാണാൻ വേണ്ടിയാണ് ഉത്സാഹത്തോടെ എന്നും നേരത്തെ സ്കൂളിൽ പോകുന്നത്. അവധി ദിവസങ്ങളിൽ എങ്ങനെയാണ് തൻ്റെ വാവാച്ചയെ കാണാതെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് തന്നെ പാടുപെട്ടാണ്. ഇപ്പോൾ ഇത്രയും അടുത്തുണ്ടായിട്ടും താൻ തൻ്റെ കുഞ്ഞിനെ കാണാൻ വെമ്പുമ്പോൾ തനിക്ക് എങ്ങനെ കഴിഞ്ഞു 3 വർഷം മുൻപ് തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോരുവാൻ? അങ്ങനെ ജാൻവി തൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ കാണാത്തതിൻ്റെ വിഷമത്തിൽ പിടഞ്ഞു. എന്തായിരിക്കും ശരി? എന്താണ് താൻ വിശ്വസിക്കേണ്ടത്? തൻ്റെ കണ്ണുകൾ കാണിച്ചു തന്നത് കളവാണോ? അത് ജാൻസ് തന്നെയായിരുന്നില്ലേ? സിദ്ധു പറഞ്ഞത് ശരിയാ. 3 വയസ്സുള്ള മറ്റൊരു കുഞ്ഞ് ജാൻവിക്ക് എങ്ങനെ ഉണ്ടാവാനാണ്? പക്ഷേ ആ കുട്ടി അവളെ അമ്മ എന്ന് തന്നെയല്ലേ വിളിച്ചത്? ആ കുട്ടി അജീഷിനെ അന്ന് അജിപ്പ എന്നല്ലേ വിളിച്ചത്? അപ്പോൾ ആ കുട്ടി അജീഷിൻ്റെ ആവും. ഇനി ഭാര്യയില്ലാതെ കുഞ്ഞുമായിട്ട് ജീവിച്ച അജീഷ് തൻ്റെ ജാൻവിയെ കല്യാണം കഴിച്ചതായിരിക്കുമോ? എന്തായാലും സത്യങ്ങളെല്ലാം അറിയണം. ആരവ് തൻ്റെ ഉള്ളിലെ പ്രക്ഷോഭങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. പപ്പ എന്നുള്ള അപ്പൂസിൻ്റെ വിളിയാണ് ആരവിനെ തൻ്റെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. ആരവ് നോക്കുമ്പോൾ കണ്ണും നിറച്ച് ഏങ്ങിക്കരയുകയാണ് പെണ്ണ്. ആ കാഴ്ച ആരവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. എന്താടാ വാവ,
എന്താ മോക്ക് പറ്റിയത് എന്ന് പറഞ്ഞ് ആരവ് അപ്പൂസിനെ വാരിയെടുത്ത് മടിയിൽ വെച്ചു. അപ്പൂസ് ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. എനിക്ക് ടീച്ചറെ കാണണം. മോക്ക് ടീച്ചർ കഥ പറഞ്ഞു തരും, പാച്ചു തരും. എനിക്കിപ്പം കൂളി പോകണം എന്നും പറഞ്ഞ് അപ്പൂസ് ബഹളം വെച്ച് കരയാൻ തുടങ്ങി. അത് കണ്ട് ആരവ് വിഷമത്തോടെ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവൾ അടങ്ങുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പപ്പയ്ക്ക് വയ്യാത്തതുകൊണ്ടല്ലേ എഴുന്നേക്കാൻ താമസിച്ചു പോയത്. ഇനിയിപ്പോൾ ഉച്ചയായില്ലേ, ഇനിയിപ്പോൾ പോകുന്നത് എങ്ങനെയാ? നാളെ പോകാമാവേ, അവൾ കരയാതെ, പപ്പ പറയുന്ന കേക്ക്. അപ്പൂസിനെ എന്തൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയിട്ടും അവൾ അമ്പിനും വില്ലിനും അടുക്കാത്തതുപോലെ ഒരേ നിർബന്ധമാണ്. അങ്ങനെ കരഞ്ഞു കരഞ്ഞ് കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖമെല്ലാം ചുവന്നു. സ്വന്തം ചോരയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന പേടി അവൻ്റെ പിതൃഹൃദയത്തെ ഭീതിയിലാഴ്ത്തി. ആരവ് അപ്പൂസിനെയും കൊണ്ട് വേഗം അവരുടെ ഹോസ്പിറ്റലിലേക്ക് പോയി. ആരവ് കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ബോധമില്ലാതെ ചുട്ടുപൊള്ളി തൻ്റെ കരത്തിൽ കിടക്കുന്നവളെ കാണുന്തോറും ആരവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പൂസിനെ ആരവ് വേഗം തന്നെ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് എത്തിച്ചു. ഡോക്ടർ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് ആരവോട് വെളയിൽ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. പക്ഷെ ആരവ് അതൊന്നും ചെവിക്കൊണ്ടില്ല. ആരവ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ആ ഡോക്ടർക്ക് അറിയാമായിരുന്നു അവനെ ഇനി പറഞ്ഞു മനസ്സിലാക്കണമെങ്കിൽ ആരവിൻ്റെ കൂട്ടുകാരൻ അവരുടെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന സിദ്ധു വിചാരിക്കണമെന്ന്. അവസാനം സഹികെട്ട് ഡോക്ടർ രമേശ് സിദ്ധുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. സിദ്ധു ഉടനെ വന്ന് ആരവിനെ നിർബന്ധിച്ച് വെളിയിലാക്കി. സിദ്ധു, എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ആരവിനെ ആശ്വസിപ്പിക്കാൻ സിദ്ധു ഒരുപാട് പാടുപെട്ടു. നമ്മുടെ കുഞ്ഞിനൊന്നും പറ്റില്ല, നീ ഇങ്ങനെ കരഞ്ഞു ബഹളം ഉണ്ടാക്കാതെ, എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം അവൻ ആരവിനെ ആശ്വസിപ്പിച്ച് അടുത്ത കസേരയിലെത്തി. കുറേ നേരം ആരവ് ആ കസേരയിൽ ചാരി കണ്ണടച്ചിരുന്നു. ആരവ് ഇത്രയും നേരമായിട്ടും ഒന്നും കഴിച്ചില്ല എന്ന് മനസ്സിലാക്കിയ സിദ്ധു ആരവിന് കുടിക്കാൻ ചായ വാങ്ങാനായി പോയി. ക്യാൻറ്റീനിൽ ചായയ്ക്ക് ഓർഡർ ചെയ്തിട്ട് ഒരു ടേബിളിന് മുന്നിലുള്ള കസേരയിലിരുന്നു. അപ്പോഴാണ് തൻ്റെ മറുവശത്ത് ഒരു അപരിചിത വന്നിരുന്നത്. സിദ്ധാർത്ഥ് അവളെ നോക്കി. അവൾ സിദ്ധാർത്ഥിനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് സംസാരിച്ചു തുടങ്ങി. സിദ്ധാർത്ഥ്, ഞാൻ ഡോക്ടർ വിജിത, ഗൈനക്കോളജിസ്റ്റാണ്. ഈ ഹോസ്പിറ്റലിൽ ചാർജ് എടുത്തത് ഇന്നലെയാണ്. ഇതൊക്കെ ഞാൻ താങ്കളോട് പറയുന്നത് എന്തിനാണെന്നായിരിക്കും അല്ലേ വിചാരിക്കുന്നത്? അതേ എന്ന രീതിയിൽ സിദ്ധാർത്ഥ് തലകുലുക്കി. ഡോക്ടർ സിദ്ധാർത്ഥ്, ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നത്. താങ്കൾ ഫ്രീ ആണോ? വിജിത ചോദിച്ചു. അതെ, ഡോക്ടർ പറഞ്ഞോളൂ. അതെ, ആ കുട്ടികളുടെ വാർഡിൽ കിടന്ന് ബഹളമുണ്ടാക്കിയത് ഡോക്ടർ ആരവല്ലേ? അതെ, ആരവാണ്. അവനെ അറിയാമോ? അറിയാം. 3 വർഷം മുൻപ് ആരവിൻ്റെ ഭാര്യയുടെ പ്രസവം എടുത്തത് ഞാനാണ്. ആഹാ, അങ്ങനെയുള്ള പരിചയമാണോ? ആ അതെ. ആരവിൻ്റെ കുട്ടികൾ സുഖമായിട്ടിരിക്കുന്നോ? കുട്ടികളോ? സിദ്ധു സംശയത്തോടെ ചോദിച്ചു. അപ്പോഴാണ് വിജിത താൻ എന്താണ് പറഞ്ഞതെന്ന് ഓർത്തത്. അല്ല, കുട്ടിയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വിജിതയുടെ പരിങ്ങലും വെപ്രാളവും കണ്ടപ്പോൾ സിദ്ധുവിന് സംശയം തോന്നി. സിദ്ധു വിജിതയോട് സത്യം പറയാൻ പറഞ്ഞു. കുറച്ചു കുടഞ്ഞ് ഒരു ഡോക്ടറിൻ്റെ എത്തിക്സിന് ചേർന്നാണോ കള്ളം പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് സൈക്കാട്രിസ്റ്റും കൂടിയായി സിദ്ധുവിൻ്റെ ബ്രെയിൻ വാഷും കൂടിയായപ്പോൾ ഡോക്ടർ വിജിതയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ 3 വർഷം മുൻപ് നടന്നതെല്ലാം സിദ്ധുവിനോട് പറഞ്ഞു. ഡോക്ടർ വിജിതയിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ കേട്ട് സിദ്ധു നടുങ്ങി. തൻ്റെ കൂട്ടുകാരൻ അപ്പോൾ പാർക്കിൽ വെച്ച് കണ്ടത് ജാൻവിയെയും അവരുടെ മോനെയും തന്നെയാണ്. പക്ഷേ അജീഷ്, അയാൾ അവരുമായി എന്താണ് ബന്ധം? ഇനി ഇവിടെ വന്നിട്ട് 3 വർഷമായില്ലേ? ഒറ്റയ്ക്ക് എത്ര നാൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് താമസിക്കുമെന്ന് കരുതി അജീഷിനെ വിവാഹം കഴിച്ചതായിരിക്കുമോ? പക്ഷേ ആരോ പറഞ്ഞറിഞ്ഞ ജാൻവി അങ്ങനെ ചെയ്യില്ല. ഇനി ഈ കാര്യത്തിലെ സത്യാവസ്ഥ കൂടി അറിഞ്ഞിട്ട് ആരവിനെ അറിയിക്കാം. ഇല്ലെങ്കിൽ സ്വന്തം കുഞ്ഞും അവൻ്റെ പെണ്ണും ഇപ്പോൾ മറ്റൊരാൾക്ക് സ്വന്തമാണെന്നറിഞ്ഞാൽ അവൻ വീണ്ടും തകർന്നു പോവും. അതുകൊണ്ട് അവനൊരു മകൻ കൂടിയുണ്ടെന്ന കാര്യം ആരവിനെ അറിയിക്കുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും അറിയണം. അതിനാകെയുള്ള വഴി ഒന്നെങ്കിൽ ജാൻവിയെ കാണണം, ഇല്ലെങ്കിൽ അജീഷിനെ കാണണം. ജാൻവിക്ക് തന്നെ പരിചയമില്ല. അപ്പോൾ അവളോട് എന്തു പറഞ്ഞ് സംസാരിക്കും? അജീഷിനെ ക്ലബിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. ഇടയ്ക്ക് സംസാരിക്കാറുമുണ്ട്. അപ്പോൾ അജീഷിനെ തന്നെ കാണാം. എന്തായാലും ഇന്ന് തന്നെ ഇതിന് തീരുമാനമുണ്ടാക്കണം. സിദ്ധുവിൻ്റെ മനസ്സ് മുഴുവൻ തൻ്റെ ആരവിൻ്റെ ജീവിതത്തെ പറ്റിയായിരുന്നു. ഡോക്ടർ എന്നുള്ള വിജിതയുടെ വിളിയാണ് സിദ്ധാർത്ഥിനെ തൻ്റെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. അന്ന് ആ കുട്ടിയുടെ അവസ്ഥയും കണ്ണീരും കേട്ടപ്പോൾ എനിക്ക് അതേ ചെയ്യാൻ തോന്നിയുള്ളൂ. ഇത് എല്ലാവരും ഈ 3 വർഷത്തിനിടയ്ക്ക് അറിഞ്ഞു കാണുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇവിടെ വെച്ച് യാദൃശ്ചികമായി ഡോക്ടർ ആരവിനെ കണ്ടപ്പോൾ
അതും കരഞ്ഞു നിലവിളിച്ച് കുട്ടികളുടെ വാടി കണ്ടപ്പോൾ ആ കുട്ടികൾക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ വല്ലതും ആണോ എന്നറിയാൻ ഒരു വെമ്പൽ. ഒന്നുമില്ലെങ്കിലും ഞാനല്ലേ ആദ്യമായിട്ട് ആ കുഞ്ഞുങ്ങളെ പുറത്തെടുത്തത്. നമ്മൾ പുറത്തെടുക്കുന്ന ഓരോ കുഞ്ഞിനോടും ഒരമ്മയുടെ വാത്സല്യവും തോന്നാറുണ്ട്. ആ ആകാംക്ഷ കൊണ്ടാണ് ഞാൻ കുട്ടികളുടെ വിവരം വന്ന് താങ്കളോട് ചോദിച്ചത്. ആരവിൻ്റെ കൂടെ ഡോക്ടർ നിൽക്കുന്നതും അയാളെ ആശ്വസിപ്പിക്കുന്നതും കണ്ടായിരുന്നു. അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ആരവ് എൻ്റെ അടുത്ത കൂട്ടുകാരനാണ്. അവന് താങ്ങും തണലുമായി നിൽക്കാൻ ഇപ്പോൾ ഞാനേ ഉള്ളൂ. അവനറിഞ്ഞാലും തന്നെ എന്ത് ചെയ്യാനാണ്? എല്ലാം അവൻ തന്നെ വരുത്തി വെച്ചതല്ലേ. അതുകൊണ്ട് തന്നെ തനിക്ക് പ്രശ്നമുണ്ടാവുമെന്ന് താൻ വിചാരിക്കേണ്ട. താങ്ക് യു ഡോക്ടർ. എന്നാൽ പിന്നെ ഞാൻ ക്യാബിനോട്ട് പോകുക. OP തുടങ്ങാൻ സമയമായി. എന്നാൽ ശരി ഡോക്ടർ, പിന്നെ കാണാം. ഡോക്ടർ ആരവ് അർപ്പിതയ്ക്കിപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. അവൾ കരഞ്ഞ് കരഞ്ഞ് ആണ് ഇങ്ങനെ പനിയുണ്ടായത്. കൊച്ചുകുട്ടിയല്ലേ, നിർബന്ധവും കൂടുതലല്ലേ. അവളെ ഇനി അധികം കരഞ്ഞു ബഹളം വെക്കാൻ സമ്മതിക്കരുത്. അവളുടെ ആവശ്യം നടത്തി കൊടുക്കണം. ഇതൊന്നും ഞാൻ പറയാതെ തന്നെ ഡോക്ടറിന് അറിയാമല്ലോ. എല്ലാം ശരി എന്ന രീതിയിൽ ആരവ് തലകുലുക്കി. എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ കാണാമോ? അതിനെന്താ, കുഞ്ഞിനെ കാണുകയും ചെയ്യാം, കൊണ്ടുപോവുകയും ചെയ്യാം.